അപ്പം ഒട്ടനവധി വണ്ടികൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ BMW 2009 വണ്ടിയാണ്. 2009 വണ്ടി 5th ഓണറിൽ നിൽക്കുന്ന വണ്ടി. വണ്ടിയുടെ ഇന്റീരിയലും എക്സ്റ്റീരിയലും ഒക്കെ പക്ക ക്ലീൻ ആണ്. ഫുൾ ഓപ്ഷനിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് ഗിയറായ വണ്ടി വിത്ത് സൺറൂഫ് ഒക്കെ ഉള്ള നല്ല അടിപൊളി BMW സെറാമിക് കോട്ടിംഗ് വെക്കണം. 5th ഓണറിലാണ് വണ്ടി നിൽക്കുന്നത്. കമ്പനി സർവീസ് 75,000 കിലോമീറ്റർ ആയിട്ടുള്ള വാഹനമാണ് BMW. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,25,000 രൂപ മാത്രമാണ്. 29 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. കമ്പനി സർവീസിൽ നിൽക്കുന്ന വാഹനമാണ് BMW. അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2022 മോഡൽ i20 ആണ്. സിംഗിൾ ഓണർ 51,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്പോർട്സ് വേരിയന്റിൽ നിൽക്കുന്ന i20 ആണ് അടുത്ത വണ്ടി. സ്പോർട്സ് വേരിയന്റിൽ നിൽക്കുന്ന വാഹനമായിട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 പവർ വിൻഡോ, ആൻഡ്രോയിഡ് സിസ്റ്റം, റിയർ AC വിൻഡോ, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 570 വരെ ഫിനാൻസ് കയറുന്ന വാഹനം കൂടിയാണ് i20. അത് 2013 നിൽക്കുന്ന G4 വണ്ടിയാണ്. ഇന്നോവ വണ്ടിയാണ്. ഏകദേശം 5 വർഷത്തിൽ മേളിലായി നമുക്ക് കേരളത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇപ്പം നിലവിൽ 3rd ഓണറിലാണ് വണ്ടി നിൽക്കുന്നത്. 2,80,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് കവറാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയൽ കൊണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്, ബാക്ക് ക്യാമറ, അതുപോലെ വുഡ് സ്റ്റെപ്പ്, ക്രോം വർക്ക്, അത്യാവശ്യം വേണ്ട ക്രോം വർക്ക്. എക്സ്ട്രാ നമുക്കൊരു സീറ്റ് കൂടെ സെറ്റ് ചെയ്യാൻ കണക്കിനുള്ള ആംറെസ്റ്റായിട്ടും സീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ബാക്ക് സീറ്റ് എല്ലാം പുത്തൻ സീറ്റ് കവറാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,25,000 രൂപയാണ്. ഇപ്പോൾ 2014 മോഡൽ സെക്കൻഡ് ഓണർ വെറും 38,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ക്ലീൻ പീസ് സ്പോർട്സ് വേരിയന്റിൽ നിൽക്കുന്ന എക്സെന്റ് എന്ന് പറയുന്ന ഹുണ്ടായിയുടെ എക്സെന്റ് എന്ന് പറയുന്ന വാഹനമാണ്. ഇന്റീരിയലും എക്സ്റ്റീരിയലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ് എക്സെന്റ്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, നമുക്ക് ആൻഡ്രോയിഡ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ബാക്ക് ക്യാമറ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ റിയർ AC വിൻഡോ വരുന്നുണ്ട്. ബാക്കിൽ നല്ല കൂളിംഗ് കിട്ടത്തക്ക രീതിയിൽ സീറ്റ് കവറെല്ലാം പക്ക ക്ലീൻ ആണ്. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,25,000 രൂപ മാത്രമാണ്. KL1 തലസ്ഥാന നഗരിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2011 LXi ആൾട്ടോ K10 ആണ്. 1000 cc വരുന്ന എഞ്ചിൻ വരുന്ന K10 ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,30,000 രൂപ മാത്രമാണ്. ഈ വർഷം ഓഗസ്റ്റിലാണ് ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് പണിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പേപ്പർ വർക്കിന് ഒരു 12 രൂപ മാത്രമേ പേപ്പർ വർക്കായിട്ട് വരികയുള്ളൂ. വേറൊരു പൈസ ചെലവും ഇതിനുണ്ടായിരിക്കുന്നതല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം AC, പവർ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. LXi ആണ്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ നമുക്ക് കമ്പനി സീറ്റ് കവറാണ് നിൽക്കുന്നത്. ഈ വണ്ടി താല്പര്യമുള്ള ഇതും KL1 BC തലസ്ഥാന നഗരിയിലെ രജിസ്ട്രേഷനിലാണ് വാഹനം നിൽക്കുന്നത്. ടയർ ഭാഗം ആയാലും മറ്റെല്ലാം വണ്ടി പക്ക നീറ്റാണ്.